സന്താനത്തിന് എന്താ ഇത്ര സന്താനത്തിന്റെ സമയത്തിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. സന്താനത്തിന്റെ ശനി അഷ്ടമത്തിലായിരുന്നു, വ്യാഴം അഷ്ടമത്തിലായിരുന്നു. ഇപ്പൊ വ്യാഴം 11 ബലവാനായിട്ട് ചിങ്ങൻ പറഞ്ഞപ്പോ ഉണ്ണി സന്താനത്തിന് വന്നിട്ടുണ്ട്. ഇത്ര നക്ഷത്രമല്ലേ അല്ലേ? അപ്പൊ ആര് പ്രകാരം ഉണ്ണി സന്താനത്തിന് വേണ്ടതായ കാര്യാദികളെ നോന്റെ കുറവനും കൂടെ ഉണ്ണി സന്താനത്തിന് ഇനി ആ സ്ഥാനത്ത് എന്ന് എന്റെ പണിക്കരുടെ ഇല്ലത്ത് ഒരു കറുത്ത ദിനം കഴിഞ്ഞാൽ രണ്ടാമത്തെ കറുത്ത ദിനത്തിന് ഞാൻ വിഭവമായിട്ട് അന്നം കഴിക്കുന്നത് സത്യമാണെങ്കിൽ ഉണ്ണിയെ നിനക്ക് ഞാൻ തന്നിരിക്കാം. അത് മതിയോ? ചിങ്ങന്തേരുടെ കന്നിമാസം 15-ാം തീയതിക്കുള്ളില് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പൊന്നരിയ ഉണങ്ങാട്ട് എന്ന എന്റെ ഇല്ലത്ത് ഞാൻ ആ പണിക്കർ അന്നം കൈപ്പറ്റി എന്റെ അച്ഛന്റെ ഉച്ചയൂണും കിഴിഞ്ഞ് കിഴക്കും തിരിഞ്ഞ് നാനാദി മതക്കാരോട് വേണ്ടതും അതിന്റെ അപ്പുറത്തും പറഞ്ഞ് എന്റെ മറുപടി എന്നാലും എന്റെ മാതാവ് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തല്ലിക്കിലേക്ക് വചനുണ്ടാവുന്നത് സത്യമാണെങ്കിൽ കന്നിമാസം 15-ാം തീയതി ആകുമ്പോഴേക്കും ഉണ്ണി സന്താനത്തിന് ആ സ്ഥാനത്തു നിന്നല്ല 4-8 നമ്പത്തിരുകളും 28-29 ദേശം പോകാനുള്ള ആ കടലാസ് കൊണ്ട് അടിച്ച് രേഖാമൂലം ഒപ്പുവെച്ച് ഞാൻ തന്നേക്കാം കേട്ടോ. സമയം നൽകുക. ആ ഉണ്ണി സന്താനം എന്നും എന്റെ കുറത്തിമാരാണെന്ന് എന്നറിയാം. ആ ഉണ്ണിയുടെ ഇല്ലത്ത് ഞാനുള്ളതാ. കർമ്മത്തിനെ വ്യത്യാസമുള്ളൂ. എന്റെ കുറവനും കുറത്തി ആരാണെന്ന് ഉണ്ണി സന്താനം മനസ്സിലാക്കി വെച്ചാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തേക്കാം. അത് ഉണ്ണി സന്താനം എന്നോട് നല്ലവണ്ണം സങ്കല്പിച്ച് എന്റേതായ ചിട്ടവട്ടങ്ങൾക്ക് അവിടുത്തെ ഉണ്ണിയുടെ ഞാനല്ല, ഇവിടുത്തെ ഉണ്ണിയുടെ എന്റേതായ ചിട്ടവട്ടങ്ങൾക്ക് ഉണ്ണി ഇറങ്ങി വന്നാൽ ഞാൻ കൊടുത്തേക്കാം ഉണ്ണിക്ക്. ഉണ്ണി ഇപ്പൊ സമയം നല്ലതാ. വ്യാഴം 5-ല് ബലവാനാണ്. എന്റെ ചൂലക്കാരന്റെ നക്ഷത്ര ഞാൻ കൊടുത്തേക്കാം. ഉണ്ണിയോട് എന്നെ നല്ലവണ്ണം വിളിക്കുന്നതിന്റെ അപ്പുറത്തായിട്ട് എന്റെ കുറവനും കുറത്തിയും, അതായത് എന്റെ അച്ഛനും മാതാവും കുറച്ചു നേരം അർജുനന് പാശുപാത്രം കൊടുക്കാനായിട്ട് വേടനും വേടത്തിയായിട്ട് എന്റെ അച്ഛനും മാതാവും അവതരിക്കുന്നത് സത്യമാണെന്നും അത് കൊടുത്തിട്ടുണ്ടെന്ന് സത്യമാണെന്നും ആ പാശുപാത്രം കൊടുത്തത് സത്യമാണെന്ന് ഉണ്ണിക്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്നെ നല്ലവണ്ണം വിളിച്ചോളാൻ പറയാ. എന്റെ അപ്പുറത്ത് എന്റെ അച്ഛനും മാതാവിനും വിളിച്ചാൽ ഞാൻ ഉണ്ണിക്ക് കൊടുത്തേക്കാം. 2 കറുത്ത ദിനം കഴിയുന്നേരത്ത് ഉണ്ണി സന്താനത്തിന്റെ കർമ്മവും കർമ്മസ്ഥാനങ്ങളും കർമ്മമേഖലയും ഞാൻ വെട്ടിപ്പണിത് കൊടുത്തേക്കാം. അത് എന്റെ വാക്കാ. എന്റെ കുറവനും കുറത്തിയും ആരാണെന്ന് ഉണ്ണി ഒന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പിന്നെയും 2 വട്ടം പറയണെന്താ, ഉണ്ണി ഒന്ന് മനസ്സിലാക്കിയാൽ ഞാനത് കൊടുത്തേക്കാന്ന് പറ. ഞാൻ ആ ഉണ്ണിയുടെ ഇല്ലത്തൊക്കെ ഇട്ടിരിയല്ലേ അവിടുത്തെ സ്ഥാനക്കാരൻ. ഇട്ടീരിയോട് എന്റെ കുറവൻ ആരാണെന്ന് അറിയില്ല. ഇട്ടീരിക്ക് കാളിയുണ്ട്, അതുപോലെ തന്നെ ഭുവനേശ്വരി സങ്കല്പുണ്ട്, അതുകൂടാതെ ഭദ്രനുണ്ട്, പുറത്ത് ഞാൻ കാവലായിട്ടുണ്ട്. നാഗങ്ങൾ വരെ ആ ഇല്ലത്തുനിന്ന് ഉണ്ണി സന്താനത്തിന്റെ ഇല്ലത്തേക്ക് കെട്ടിടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ കുറവനും കുറത്തിയും കൂടി കൊണ്ടുവന്നിട്ട് ഉണ്ണിക്ക് ഈ നേരം ഒരു അണ്ടക്കുളം അപ്പുറത്തും കഴിഞ്ഞു ചേർത്ത് നിർത്തി സന്തോഷമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുറവനും കുറത്തിയും ആ ഉണ്ണി സന്താനത്തോട് നല്ലവണ്ണം ഒന്ന് വിളിച്ചോളാൻ പറയും. തന്നേക്കാം വിടാ. ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അത് എന്തേന്നാ ചോദ്യം. കഴിഞ്ഞ ഉണ്ടക്കോൾക്ക് ഉണ്ണിയുടെ പിതാവ് ആടിക്കൊണ്ടു പോന്നിരുന്ന, അത് കഴിഞ്ഞിട്ട് ആട്ടക്കാർ പൂർണ്ണമല്ലാതെ കണ്ടുവന്നപ്പോ ഉണ്ണി സന്താനം എന്റെ ഉടപ്പുറന്നുള്ളിൽ കയറി അതുപോലെ തന്നെ പ്രവർത്തിച്ച് ആ നേരം കാലം കഴിയുന്നവരെ ഉണ്ണി സന്താനത്തിന്റെ വലതുഭാഗത്ത് എന്റെ ഉടപ്പുറന്നോട് കാലി 64 കലയുള്ള പെണ്ണ് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യാണ്ടക്കൊണ്ട് വേണ്ടെന്ന് വെച്ചാ ചോദ്യം. മനസ്സിലായില്ല? അത് നീ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇപ്പോഴല്ലേ തെറിയിപ്പിച്ചു വന്നല്ലോ. അതിനു മുമ്പ് അങ്ങനെയല്ലോ. ഉണ്ണിയുടെ പിതാവ് കെട്ടിയാടുന്ന സമയത്ത് ഈ പറഞ്ഞ കൂട്ടങ്ങളും കൂട്ടായ്മകളൊന്നുമില്ല. എന്താ ഇല്ല. ഇപ്പോഴല്ലേ അതിന് ഓരോ വിഭാഗങ്ങൾ വന്നത്. ആ വിഭാഗങ്ങളൊന്നല്ല. എന്റെ ഉടപ്പുറന്നോട് കാളി, അതുപോലെ തന്നെ ഞാൻ അവിടെ അല്ലേ ഇരുന്നിരുന്നത്. ഞാൻ കുറച്ച് തെക്ക് ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞല്ലേ ഇരുന്നത്. എന്റെ ഒരു കാളിമുത്തിയില്ല ഇപ്പൊ അവിടെ വെച്ചിട്ടുണ്ടാ.
കാളിമുത്തിനെ വെച്ചിട്ടുണ്ടോ? അറിയോ ഉണ്ണി? എന്റെ കാളിമുത്തി എന്നെ കൊണ്ടുവന്ന ഉണ്ണിയുടെ ഇല്ലത്ത് കുറച്ച് തെക്ക് ഭാഗത്ത് വഴിയരിയിലായിട്ട് കിഴക്കോട്ട് തിരിച്ച് എണ്ണ വെച്ചതാ. ഇപ്പൊ അത് കഴിഞ്ഞ് പടിഞ്ഞാട്ടായി വടക്ക് ഭാഗത്ത് കിഴക്കോട്ട് തിരിച്ചു വെച്ച് നാരങ്ങൾക്ക് അഭിമുഖമായിട്ട് അല്ലേ? അതിന്റെ അനർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഉണ്ണില്ലേ പറഞ്ഞ അവിടെ ചില വിഭാഗം ഉണ്ടെന്ന്. അപ്പൊ ആ വിഭാഗം തിരിച്ചു നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അടുത്ത അണ്ടക്കൊടുത്ത് അത് പൂർത്തീകരിച്ചോ കേട്ടോ. ഉണ്ണി തന്നാൽ നീ എന്തിനാ ഉണ്ണിയെ അത് അണ്ടക്കോട് വരുമ്പോ അവതരിക്കുന്ന ഉണ്ണികളൊക്കെ മാറി മാറി വരും. കാളിക്കും അതിനോടനുബന്ധിച്ച കരിക്കൾക്കും മാറ്റുണ്ടാവോ? ഇല്ല. അധികാരികളല്ലേ മാറുള്ളൂ അല്ലേ? അല്ലേ? ആ അപ്പൊ നീ അടുത്ത അണ്ടക്കൊടുത്ത് പ്രവർത്തിച്ചോ. ഞാൻ നന്നായി തന്നെ ഔഷധക്കാരൻ എന്താ പറഞ്ഞേ? അത് തന്നെയാ ചോദിച്ചു. അപ്പൊ പിറന്ന വീടുന്ന തൂക്കത്തിന്റെ വെള്ളി എനിക്ക് തരണം. മനസ്സിലാവണ്ട? രണ്ടിന് അതായത് അത്താഴോട് കഴിഞ്ഞ് നിദ്ര കൊള്ളുന്ന സമയത്ത് ആ പെൺസന്താനത്തിന്റെ ഉദരം പൊഴിഞ്ഞ് നീലപ്പട്ടില് ഒരു വെള്ളി നീ നിക്ഷേപിച്ചു വെച്ചേക്കാം. മനസ്സിലാവണ്ട? ആപത്ത് കൂടെ പെൺസന്താനം വേണമെന്ന് നിശ്ചയണ്ട. മനസ്സിലായില്ല? ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വാങ്ങി. ഞാനിരിക്കുന്ന വിളമ്പ് അപ്പുറത്ത് നീ ചക്ക വയ്ക്കല്ലേ? ഞാൻ ചോദിച്ചത് എന്താ? നിന്റെ ഭവനത്തിൽ ഒരു പെണ്ണുണ്ണി വേണമെന്ന് നിശ്ചയം. അതാ ചോദിച്ചുള്ളൂ. ഞാൻ ചോദിച്ചതിന്റെ അപ്പുറത്തേക്കല്ലേ നീ പറയുന്നത്? നിന്റെ മാതാവും നിന്റെ പിതാവും ആ സ്ഥാനത്ത് രണ്ട് ഉണ്ണി സന്താനങ്ങളുള്ള ഒരു പെൺസന്താനം വേണമെന്നൊരു നിശ്ചയം എന്തോ ഇല്ലെന്നാ ചോദിച്ചുള്ളൂ. അത് ഏതാണെന്ന് ആൺപൈതലാണോ പെൺപൈതലാണോ എന്ന് നിശ്ചയിക്കുന്നത് ഞാനല്ല, എന്റെ അച്ഛനാ. ശിക്ഷിച്ച് സംഹാരമൂർത്തി എന്റെ അച്ഛനാ. മനസ്സിലായില്ല? അപ്പോ നിന്റെ മാതാവും പിതാവും നിശ്ചയിച്ചത് ഞങ്ങൾക്ക് ഒരു ഉണ്ണിപ്പൈതല് അത് പെൺസന്താനം വേണമെന്ന് സങ്കല്പിക്കുന്നു, നീ ആൺസന്താനം വേണമെന്ന് സങ്കല്പിക്കുന്നു. എന്റെ അച്ഛൻ സങ്കല്പിക്കുന്നു എന്ത് വേണമെന്ന്. മനസ്സിലായില്ല? ആപത്ത് കൂടാതെ രണ്ടും രണ്ടിടത്താക്കി തന്നിരിക്കാം. അപ്പോ പിറന്നു വീഴുന്ന ദുഃഖത്തിന്റെ വെള്ളി എനിക്ക് അത് കഴിഞ്ഞ് 28 നാള് കഴിയുമ്പോ എനിക്ക് തന്നിരിക്കണം. എന്റെ വെള്ളാട്ടുണ്ടോ എന്റെ മണ്ഡമുണ്ടോ എന്ന് നീ അറിയണ്ട. മനസ്സിലാവണ്ട? സമ്മതിച്ച എന്താ എനിക്ക് ആ കർമ്മസ്ഥാനം ഞാനല്ലേ നിനക്ക് വാങ്ങി തന്നെ അല്ലേ? കിട്ടാത്തൊരു പൊരുളല്ലേ അത് ഞാനല്ലേ വാങ്ങി തന്നെ. അതുപോലെ തന്നെ ഏത് ദിക്കത്ത് പോയി കണ്ടു നടന്നിട്ട് ഞാനല്ലേ ഒരു പെൺസന്താനത്തിന് നിനക്ക് കൈവശാക്കി തന്നെ. പിന്നെന്താ നിനക്ക് നീ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ടോ? നിന്റെ ഒരു വലിയ ഒരു മത് കണ്ടിട്ടല്ല ഞാൻ നില്ലും വേല ചെയ്യണം. ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഏത് ദിക്കായാലും ഏത് ദിശയായാലും ഏത് കുലമായാലും ഏത് ഗോത്രമായാലും ഞാൻ പ്രവർത്തിച്ചു തന്നിരിക്കും. ഞാൻ ചെയ്തു തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കരിക്കളും ആ കളത്തിൽ കയറി കളിക്കാൻ വരില്ല. അവിടെ കുറ്റിവെച്ചതും കളിക്കുന്നതും കളി നിയന്ത്രിക്കുന്നതും അച്ഛന്റെ മായക്കാരനായ ഞാനാ. ഞാൻ 4-8 കഥം കളത്തിൽ കയറി കളിക്കും. അപ്പൊ അവിടെ ഒരു കരിക്കളം പിന്നെ എന്നെ മറച്ച് കളിക്കാൻ പറ്റില്ല. ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, നടത്തി തരുമെന്ന് പറഞ്ഞാൽ അത് നടത്തി തരും. അതുപോലെ തന്നെ എനിക്ക് കിട്ടാനുള്ള കടം തന്നില്ലെങ്കിൽ ഏത് കാലമായാലും ശരി വാങ്ങുമെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് മുതലായിട്ട് ഞാൻ വാങ്ങും. നീ ഞാനുണ്ട്. എന്റെ അച്ഛന് കൊടുത്തു കൊണ്ടുപോകുന്നതായ ആ കർമ്മം മുടക്കം കൂടാതെ കണ്ട് നീ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നേക്കണം. മനസ്സിലാവുണ്ടാവും? എന്തെങ്കിലും അനർത്ഥങ്ങളോ ആപത്തുകളോ ഉണ്ടെങ്കിൽ കഷ്ടങ്ങളോ കഷ്ടനഷ്ടങ്ങളോ കർമ്മങ്ങളോ കർമ്മസ്ഥാനം കൊണ്ടോ വിദ്യ കൊണ്ടോ അതിനോടനുബന്ധിച്ച് കിട്ടേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മായക്കാരാ നീ 6 നാഴികയ്ക്ക് 100 വേഷം ധരിക്കുന്ന മായക്കാരാ അത് പൂർത്തീകരിച്ച് എന്നേക്കണെന്നും പറഞ്ഞായിട്ട് ഒഴിഞ്ഞു പൊതിഞ്ഞു കെട്ടിക്കോ. എന്താ അനർത്ഥങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ തീർത്ത് ഉണ്ണിസന്താനത്തിന് എന്ത് കിട്ടേണ്ടതായോ അതൊക്കെ ഞാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് ഉണ്ണിസന്താനത്തിൽ വാങ്ങിച്ച് അനുഭവം ഉണ്ടാക്കി തന്നേക്കാം എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ വെട്ടിപ്പണിയല്ലേ?
മനസ്സിലായില്ല? ഉണ്ണിക്കൊരു കൂര ഞാൻ ചമച്ചു തരട്ടെ. കൂരല്ല, കൊട്ടാരം. അതന്നെയല്ലേ പറഞ്ഞു. എത്ര അണ്ടക്കോളായി? 10-18 കുഞ്ഞു കുട്ടിപ്പൈതങ്ങളായിട്ട് തങ്ങിപ്പാർക്കണം. നീയും നിന്റെ കൂടെ പിറന്നതും അതിന് താഴെ പിറന്നായി കുഞ്ഞു കുട്ടിപ്പൈതങ്ങളായിട്ട് മാതാവിനോട് സമേതമായിട്ട് ഒരേ അല്ലലും ആപത്തില്ലാതെ കണ്ട് ഒരു വാക്കുവചനങ്ങൾക്ക് ഇടവരുത്താതെ കണ്ട് അങ്ങോട്ട് മാറി നിൽക്കാനായിട്ട് ഇടവരുത്താതെ കണ്ട് ഇത്രയും കാലം നിന്ന് പങ്ങിപ്പാർത്ത് പോകുന്നില്ലേ? ഒരു കമ്പിലെ 3 ഇല പോലെ എന്റെ അച്ഛന്റെ ആ കൂവളത്തിന്റെ ഹാരം പോലെ ഒരു കമ്പില് 3 ഇലയായിട്ട് ഈ നേരം വരെ ഒരു ഇലകള് തമ്മില് ഭിന്നിപ്പില്ലാതെ കണ്ടു നിന്ന് പോന്നിട്ടുണ്ട് ഇല്ലേ? നിനക്ക് മുമ്പേ പറഞ്ഞ ഉണ്ണി സന്താനത്തിന്റെ ആ ഭവനമല്ല കൊട്ടാരമാക്കി തരാന്ന് പറഞ്ഞു ഞാൻ അല്ലേ? പൊൻചിങ്ങമാസം എന്നുള്ളൊരു ചിങ്ങമാസത്ത് ആ മാനുഷ്യ മഹാജനങ്ങളെ ഏത് ദിക്കിൽ നിന്നാലും തിരുവോണ നാളിൽ അന്നം കഴിക്കുന്നത് സത്യമാണെങ്കിൽ അതിനു മുമ്പ് ഉണ്ണി ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ട് ആ ഒരു കൊട്ടാരം ഞാൻ ചമച്ചു തരാന്ന് പറഞ്ഞു. അത് ഞാൻ ചമച്ചു തന്നു. അതിന്റെ അപ്പുറത്തെ മണ്ണില് തുലാമാസത്തിൽ നീ കുറ്റി വെച്ചു. നിനക്കും തരും ഞാനൊരു കൊട്ടാരം പോലെ. അതെന്റെ നിശ്ചയാണ്. മനസ്സിലായില്ല? എന്റെ നിശ്ചയാണെന്നുണ്ണി ഉണ്ണി സന്താനത്തിൽ പിതാവിന് തുല്യമായ ആ സഹോദരൻ നിശ്ചയിച്ചാലും ഭംഗിയായിട്ട് ഞാൻ കൊട്ടാരമാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നേക്കാന്നാ പറഞ്ഞുള്ളൂ. അതെന്താ? ഒരു കമ്പില് 3 ഇലയായിട്ട് ഒരു വ്യത്യാസം കൂടാതെ കണ്ട് ഒരു വാക്കിന് തെറ്റില്ലാതെ കണ്ട് വന്നതും നിന്നതും നോക്കി ഒരു മെയ്യും ഒരു മനസ്സായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഭവനമായതുകൊണ്ട് ഞാൻ തന്നേക്കാന്നാ പറഞ്ഞു. അത് കൂടാതെ കണ്ട് എന്നെ അത്ര നല്ലവണ്ണം പരിപാലിക്കുന്നു എന്നെയും എന്റെ ഏട്ടനെയും. അപ്പോ ഞാൻ തന്നില്ലെങ്കിൽ പിന്നെന്തിനാ ഉണ്ണി സന്താനത്തിന്റെ 4-ാം ഇടത്ത് ഞാനിരിക്കുന്നതിന് അർത്ഥമുണ്ടാവും. ഉണ്ണി നീ പൊക്കും. ഇത് അവിടെ കൊണ്ടുവന്നിട്ടു. എവിടെയാ എന്റെ നീ എന്നോട് ചോദിച്ചതിന്റെ അപ്പുറത്ത് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. കുലം നോക്കിയിട്ടല്ല, ഗോത്രം നോക്കിയിട്ടല്ല. മനസ്സിലായില്ല? നിന്റെ കുലത്തിലാ നീ 4-ാം ഭേദക്കാരിയുള്ളൂ. പക്ഷെ ജന്മം കൊണ്ട് നീ ബ്രാഹ്മണത്യ. പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ജന്മം കൊണ്ട് നീ ബ്രാഹ്മണത്യെന്ന് അല്ലേ? സ്വഭാവം ബ്രാഹ്മണത്യ അല്ലേ? 4-ാം ഭേദക്കാരെ ഒരു സ്വഭാവം നിനക്കില്ല എന്നാ പറഞ്ഞതിന്റെ താരം. നീ ഇരിക്കുന്ന മണ്ണ് ഒരു ബ്രാഹ്മണരുടെ മണ്ണാ. അവിടെ എന്റെ ഉടപ്പറന്നോടിരിക്കുന്നുണ്ട്. അതിനെ നീ നല്ല വണ്ണം കാണുന്നുണ്ട്. മനസ്സിലായില്ല? പിന്നത് നടക്കാൻ പോകുന്നത് അവര് നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നിനക്ക് എന്താ കുഴപ്പം? അത് നിന്റെ കുലക്കാരൻ കെട്ടിയതാ. എത്ര നാള് കെട്ടാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞേ. എത്ര നാള് നിന്നെ കെട്ടാൻ പറ്റും? നീ നടക്കാൻ പോണ കാര്യം പറയുന്ന ആളാ. ഇന്നത് നടക്കുന്നു. നിന്നെ മനസ്സിലായില്ല? നിന്റെ കുലക്കാര് തന്നെയാ നിന്റെ കൂടെ പറഞ്ഞ. അതായത് ഈ ഉണ്ണി സന്താനത്തിന്റെ ഭവനത്തിലുള്ളതായ ഉണ്ണികളൊക്കെ തുറന്നു വെച്ചുണ്ണിയ. അതിനകത്തെ ഒരു നിധിക്കുമ്പുണ്ട്. അറിയേ? മനസ്സിലായില്ല? ആ മണ്ണിലെ ഒരു നിധി കുംഭമുണ്ട്. നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഉടപ്പറന്നുള്ള മുതലാ. 4-8 ദിക്കിലും നാഗസങ്കല്പമായിട്ട് വട്ടം വെച്ചിരിക്കുന്നത് നിനക്കാ കാണാൻ പറ്റുള്ളൂ. അവിടെ നീയ കാല് കുത്തിയിട്ടുള്ളൂ. ആ മരം ഇല്ലേ? ഇല്ലേ? അത് വെട്ടാൻ നോക്കിയിട്ട് എന്ത് നടന്നാ? ഇല്ല. വലിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇളക്കി പറിക്കാൻ നോക്കിയില്ലേ? പറച്ചില്ല. എന്തുകൊണ്ടാ പറക്കാന്? നീ പറഞ്ഞില്ലേ അത് പറക്കാൻ പറ്റില്ല എന്ന്. നീ പറഞ്ഞാൽ കേൾക്കും. മനസ്സിലാവുന്നു? അതല്ലേ പറഞ്ഞു. നീ കൊല്ലം കൊണ്ട് തട്ടം വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ആ ഉടപ്പറന്നോട് നോക്കിക്കോളും. നിനക്കെന്താ വേവലാതി? മനസ്സിലായില്ല? അത് എന്റെ കുറ്റമല്ല, ആ ഉടപ്പുറന്നുള്ള കുറ്റമല്ല. നിന്റെ 4-ാം ഇടത്തുള്ള ഉണ്ണികള് ആയിരിക്കുന്ന പൊരുൾ നിന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. അത് കാലങ്ങൾക്ക് മുമ്പ് അറിഞ്ഞു വെച്ചതാ. അത് നീയൊന്ന് എടുത്തു കൊടുത്താലേ ഈ കുഴപ്പമൊക്കെ തീരും. അത് തന്നെ വേണ്ടു. അതെ, അവർക്ക് കൊടുക്കാൻ അവകാശമില്ല ഉണ്ണി. അവർക്ക് എടുക്കാനും അവകാശമില്ല. അത് തന്നെയാ ഞാനും പറഞ്ഞു. അവർക്ക് എടുക്കാൻ അവകാശമില്ല. അതെ, എന്റെ ഉടപ്പറന്നുള്ള മണ്ണാ. അതുകൂടാതെ കണ്ട് പൂണൂൽക്കാരന്റെ പൊരുളാ. മനസ്സിലായ? എന്റെ ഉടപ്പറന്നോള് കാളിയുടെ പൊരുളാണ്. നിനക്കെടുക്കാം.
എന്താന്നറിയോ, നീയും കാളിയായിട്ട് ബന്ധമുണ്ട്. അതല്ലേ പറഞ്ഞു, നീ ജന്മം കൊണ്ടേ ഊന്നൂർക്കാരിയാ, കർമ്മം കൊണ്ടോ നിനക്ക് തട്ടം ഇട്ടിട്ടുള്ളൂ എന്നാ പറഞ്ഞു. 4-ാം വേദമാണെങ്കിലും മറ്റുള്ള എന്ത് വേദായിക്കോട്ടെ, മനസ്സിലായി, നീ ചൊല്ലുന്ന എന്ത് വിസ്മയായാലും ശരി, എന്നോടൊപ്പം എന്നുള്ള കാളിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിനക്ക് അപ്പുറത്ത് തടുക്ക പായല് കർമ്മം നീ നിശ്ചയിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞു, നീ എടുത്തു കൊടുത്താലേ ആ പൊരുള് കിട്ടിയാൽ നിന്നെ തട്ടിടും. മനസ്സിലായി, കുഴിച്ചു മാന്തി നോക്കില്ലേ ആ മണ്ണിൽ കിട്ടിയ ഉണ്ണിയുടെ ദേശത്ത്, എന്നിട്ട് എന്താ എടുക്കാൻ പറ്റാഞ്ഞ്? അതെടുക്കണമെങ്കിലേ അതിന്റെ പുറത്ത് കാവല് ഞാൻ നിൽക്കുന്നുണ്ട്. അത് കൂടാതെ കണ്ട് എന്നോടൊപ്പം കാളിയുടെ പൊരുളാ. അത് നല്ലൊരു ഉരുളിയിലാ, മനസ്സിലായില്ലേ, വലിയൊരു വാർപ്പിലാണ്. അത് അവിടുന്ന് പൊന്തി ഇത്രയ്ക്ക് വരെ വന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഞാൻ എടുത്തു തരാം. അത് ഞാൻ നോക്കി, പുറത്ത് ഞാനല്ലേ കാവല്. അങ്ങനെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ട് നിന്നെ വീഴ്ത്താൻ പറ്റിയ, മനസ്സിലായില്ലേ, നിന്നെ വീഴ്ത്താൻ പറ്റിയ വലയ്ക്കാം അല്ലേ? അതല്ല നിന്നോട് ഞാൻ പറഞ്ഞ, നിന്റെ ആ തടുക്ക് പായല് കർമ്മം മുടക്കം വരുത്തരുന്നും നീ ജപിക്കുന്ന ജപമാലയുടെ ഇത്രാമത്തെ മണി പൊട്ടിയത് ഞാൻ തന്നെയാ പറഞ്ഞു. ഇത്രാമത്തെ മണിയുടെ നിറം ഞാൻ തന്നെയാ പറഞ്ഞു. നീ ജപിക്കുന്ന ജപമാലയില്ലേ, എന്തെന്നാ പറയാതിന് നിന്റെ ഭാഷ, ഇത്രാമത്തെ മണി പൊട്ടിയെന്ന് ഞാനല്ലേ പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ നിറം പറഞ്ഞത് ഞാനല്ലേ. അത്രയും പറയാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഉണ്ണിയെ നിന്നെ നോക്കാനും എനിക്ക് കഴിവുണ്ട്. നിന്റെ തട്ടം കണ്ടിട്ടല്ല ഞാൻ നിന്റെ അടുത്ത് വന്നു, മനസ്സിലായ? അത് മറച്ചതാണ്, മനസ്സിലായില്ല? അത് ഞാൻ പൊട്ടിച്ചു തരാം. നിനക്ക് എന്താ പേടി? നീയാ ഉടപ്പറന്നോട് കാളിയോടെ ഒരു ചുവ തൊട്ട് ഒരു 3 ചുവ അല്ലെങ്കിൽ വേണ്ട ഒരു 7 ദിനം ആ മണ്ണിന് പുറത്ത് ഞാനാ. വന്ന ഉപകരണം എന്താ കേടുവന്ന് പോയേ? അങ്ങോട്ട് കിടക്കാൻ പറ്റിയ ആ വളപ്പിലേക്ക് പുതുപുത്തനല്ലേ ആയിരുന്നേ, മലമറയ്ക്കുന്ന ജാതിയല്ലേ കൊണ്ടുവന്നേ. എന്നിട്ട് എന്തേനും മനസ്സിലായില്ല? ഇടയ്ക്ക് മറയ്ക്കാവുന്ന മുതലും കൊണ്ടല്ലേ വന്നേ. നിന്റെ മണ്ണിലേക്ക് വന്നപ്പോഴേക്കും അതെന്തിനെ കേടുവന്നേ? പിന്നെ പറ്റിയ ചലിക്കാൻ പറ്റിയ? അതല്ലേ ഞാൻ പറഞ്ഞു, എന്നെ കവച്ച് വെച്ചിട്ട് വേണം നിന്റെ മണ്ണിലേക്ക് വരണം. നിന്റെ കുലം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു. നിന്റെ കാര്യം മനസ്സിലായ? നിന്റെ കുലക്കാരെ കൊണ്ട് നിന്നെ കെട്ടിച്ചാൽ എത്ര നാള് കെട്ടാൻ പറ്റും? നിനക്ക് ആ തടുക്ക പായലൊരു പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്, മനസ്സിലായ? കാണേണ്ട ദിവസം വന്നിട്ട് കാണാതെ കണ്ട് പിന്നെ 4-5 നാള് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിട്ടുണ്ടാ? അത് തന്നെയാ ചോദ്യം. അങ്ങനെ എത്ര വട്ടം കണ്ടു എന്നാ പറഞ്ഞു. അതായത് കാണേണ്ട തീയതിക്ക് കാണണ്ട, മനസ്സിലായില്ല? 28 നാളിൽ ഇന്ന് കണ്ടു, അടുത്ത 28 നാള് ഇതേ ദിവസം കണ്ടേ. അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ഒരു 6-7 ദിനം മാറിക്കഴിഞ്ഞാൽ മംഗല്യം കഴിച്ചു നിസന്താനങ്ങൾ എന്താ സങ്കല്പിക്കുക? ഈ ഉദരത്തിനകത്ത് ഒരു വിത്ത് പാകി മുളച്ച് തുടങ്ങി എന്നല്ലേ ചിന്തിക്കാം. അത് കഴിഞ്ഞ് ഒരു 6-7 നാള് കഴിയുമ്പോൾ അത് പൊട്ടിത്തുള്ളി പോവാ. അങ്ങനെ എത്ര വട്ടം ഉണ്ടായെന്നാ നിന്നോട് ഞാൻ ചോദിച്ചു. ഒരേ ഒരു ഈ മലയാള മണ്ണിൽ ആദ്യം ഉണ്ടായ ഇല്ലം മത, കാണേണ്ട ഇല്ലം അത് തന്നെയാ. അത് കഴിഞ്ഞ് 2-ാം സ്ഥാനം അമ്മമ്മറത്ത്, മനസ്സിലായില്ല? അമ്മമ്മറത്ത് ഉപ്പൂപ്പല്ലേ, ഉപ്പുപ്പത്തങ്ങളല്ലേ? അല്ല ഉപ്പുപ്പത്തങ്ങളല്ലേ? അങ്ങേർക്ക് എനിക്ക് എന്നറിയാം, അങ്ങേർക്ക് മതി ഉപ്പുപ്പത്തങ്ങളല്ലേ? ഞാനിട്ട് നീയെ ഉദരം മൊഴിഞ്ഞ ഓരോ ദിനം മനസ്സിലാവണ്ട. കൂട്ടു നിന്നതല്ലേ, കൂട്ടുനിന്നല്ല ഉണ്ണിയെ അല്ലേ? കൂട്ടുനിന്നല്ലേ അവരൊക്കെ ഒരു കൂട്ടുകെട്ടായിട്ട്? വേണ്ട ഉണ്ണി, കൂട്ടുനിന്നവർക്ക് കഥല്ല ഞാൻ പറഞ്ഞു. ഓരോ പടലിക്കൊക്കെ ഞാനുണ്ട്. എനിക്ക് നിന്റെ ഉണ്ണി പൈതങ്ങളെയും ഈ ഉണ്ണിനല്ലേ നോക്കേണ്ട കാര്യമുള്ളൂ. നിന്റെ കൂടെ പറഞ്ഞ ഉണ്ണിനെ നോക്കേണ്ട കാര്യം എനിക്കുണ്ടാ? ഉണ്ണിയെ എന്താ ഞാൻ ചോദിച്ചത്? ഞാൻ നോക്കില്ല എന്നല്ല പറഞ്ഞു. നീ മംഗല്യം കഴിച്ചാൽ ഈ ഉണ്ണിനും ഇതിലുണ്ടാവുന്ന ഉണ്ണിസന്താനങ്ങളല്ലേ നോക്കണ്ടോ? ഈ ഉണ്ണിസന്താനത്തിന്റെ ഇല്ല മുഴുവനും നിനക്ക് നോക്കി പരിപാലിക്കേണ്ട കാര്യം എന്താ നിനക്ക്? അതറിഞ്ഞാൽ മതി. ഇപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരായി. നീ പോക്കോ, ഞാനുണ്ട്. പോക്കോ. ചെല്ലാൻ പറ്റാ? ഞാനതൊന്നും ചോദിച്ചില്ല. നിന്റെ 4-ാം ഇടത്ത് കുറെ കല്ലും കരിക്കുണ്ടായിരുന്നു, അതെന്ത് ചെയ്തു എന്നാ ചോദിച്ചു. പോയി. എന്നിട്ട് നിന്റെ പിതാവിന്റെ അല്ലെങ്കിൽ നീ നിര്യാണം വന്നാൽ നിന്റെ ആത്മാവിനെ കൊണ്ട് കളയാം. നിന്റെ പിതാവിന്റെ ആയാലും ശരി, നിന്ന് കെട്ടിയതായ ആരുടെ ആയാലും ഞങ്ങളെപ്പോലുള്ള കല്ലും കരിക്കള് ഒഴിവാക്കും.
പണ്ട് കാലത്ത് നറക്ക് വെച്ച സമ്പ്രദായമല്ല ആ പോലെയല്ലേ, നീ മനസ്സിലായില്ല. നറക്ക് വെച്ചിട്ടേ കള്ളും തവിടും തെളിക്കുന്നൊരു സമ്പ്രദായം ഇല്ലേ. എന്റെ അപ്പനപ്പൂപ്പന്മാരെ കാത്തേക്കണമെന്നും പറഞ്ഞ് അങ്ങനെയല്ലേ. ഓരോരോ പൈതങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുകുട്ടി പൈതങ്ങൾ കല്ലുകൊണ്ട് അടിവാരം കെട്ടി മുകൾ മേഞ്ഞൊരു വാക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടല്ലേ കള്ളു തെളിക്കുന്നത്. ആ കള്ളു തെളിക്കുന്ന ഇല്ലത്തൊരു പെൺസന്താനല്ലേ. അപ്പൊ കൊണ്ട് കളഞ്ഞിട്ട് എന്താ പോയാ? ഇല്ല. നിങ്ങൾ വല്ലതിനും കൊണ്ട് കളയേണ്ടി വന്നില്ല. അതല്ല ശരി. ഉണ്ണി സന്താനങ്ങൾ വെച്ചാരാധിച്ചിരുന്ന കരുക്കള് കാളി ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒരു ഭഗവതി സങ്കല്പം ഉണ്ടായിരുന്നു ഇല്ലേ, 2 എണ്ണം ഉണ്ടായിരുന്നു ഇല്ലേ, പിന്നെ ഞങ്ങളുണ്ടായിരുന്നു. അപ്പൊ എന്തിനാ കൊണ്ട് കളഞ്ഞ്? ഇപ്പൊ നോക്കാൻ പറ്റിയ ഉണ്ണിക്ക് എന്താ സുഖിച്ചേക്കും? നിന്നില്ല. ഇനി ഒന്നും കൂടി കെട്ടണം അല്ലേ? 2 കെട്ടിയിട്ടും നിന്നില്ല. അതായത് സന്തതി പരമ്പര ഉണ്ടാകാൻ പാടില്ലേ, മനസ്സിലായില്ല. പതിനായിരം കല്ല് കൊണ്ട് അടിമേഞ്ഞു, 3000 കല്ല് കൊണ്ട് മുകൾ മേഞ്ഞു അല്ലേ? അതല്ല എന്റെ കരിനീലി കാളി. ആ ഇല്ലത്ത് വന്ന ഉണ്ണിയല്ലേ നീ. എന്നിട്ട് അവിടെ ഇരുന്ന കരുക്കളൊക്കെ കൊണ്ട് കാണിട്ട് കൊണ്ടുവിട്ടു. അവിടെ ആയിട്ട് പോയി. അപ്പൊ നോക്കണ്ടേ പോയി. ഇപ്പൊ അതിനെ ഒന്ന് കുട്ടിക്കിഴിച്ച് നോക്കൂ. ഏതാ നിനക്ക് ലാഭം? 5 വർഷം കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു തരും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ലാഭം. അല്ല, ഞാൻ ആ വെള്ളിയുടെ കണക്കൊന്നും ചോദിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞേ, 50 വെള്ളി 20 അണ്ടക്കോൾക്ക് വേണ്ടി നീ അവിടെ കെട്ടിവെച്ചിട്ട് ആ ഗുരുനാഥ സങ്കല്പത്തിൽ വില്ലും വേല വാങ്ങിയാൽ നിനക്ക് എന്താ ലാഭം എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഏതാ വിദ്യാലയം? അതൊന്നും പറഞ്ഞു. ഈ പറഞ്ഞ രീതിയില് നീ വെള്ളി കൊടുത്തിട്ട് നിനക്ക് ആ കർമ്മമേഖല ഞാൻ വാങ്ങിച്ചു തന്നാൽ എനിക്കത് എന്താ ഉടമ്പടി എന്ന് അറിയിച്ചുള്ളൂ. നിനക്ക് ആദ്യം കിട്ടുന്ന വെള്ളി എത്ര കിട്ടുന്ന പറഞ്ഞേ? 30 വെള്ളി എനിക്ക് തരും. 30 വെള്ളി എനിക്ക് തരും. ഒരു വെള്ളി നാണയം എടുക്കും. അത് തന്നെയാ ചോദിച്ചത്. എനിക്കവിടെ വല്ല ഭണ്ണാര സങ്കല്പം ഉണ്ടായി? അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. എന്റെ വ്യാപാര മേഖലയിലും അല്ലാതെ കണ്ട് എനിക്കായിട്ട് വല്ല ഭണ്ണാര സങ്കല്പവും അല്ലെങ്കിൽ എന്റെ ഇല്ലത്ത് കൊടുക്കാനോ എന്റെ പണിക്കർ ഇല്ലത്ത് കൊടുക്കാനോ അങ്ങനെ വല്ല സങ്കല്പം ഉണ്ടാകും. ഇല്ലത്തേക്ക് വല്ല നേർച്ച വഴിപാടോ അല്ലെങ്കിൽ അവിടെ പോവാറുണ്ടോ, കാണാറുണ്ടോ, കൊടുക്കാറുണ്ടോ? അതെന്നെ ചോദിച്ചുള്ളൂ. അവിടെ ഞാനുണ്ടാ. പിന്നെ എന്റെ ഉടപ്പുറന്നോളുണ്ട്, സേവക്കാരൻ 2 ഉണ്ട് ഇല്ലേ? അതുപോലുള്ള കരുക്കളൊക്കെ ഉണ്ട്. പൂർണ്ണത ഉണ്ടോന്ന ചോദിച്ചു. അതെന്താ പൂർണ്ണത വരാത്ത? ഇനിയും അതിൽ കൂടാനുണ്ടാവും. എന്താ ഉണ്ണി സന്താനങ്ങളുടെ 4-ാം ഇടത്തിന്റെ നാമോദ്യം? ആരാ പറഞ്ഞ 2 പവനുള്ളൂ? ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഉണ്ണിയുടെ 4-ാം ഇടത്തെ കണക്കാ പറഞ്ഞു. ഇവിടെ ഇരിക്കണ്ടല്ലോ. ഉണ്ണിയുടെ പിതാവും അതിന്റെ താഴെ. അതല്ല 4-ാം ഇടം. മനസ്സിലായില്ല. വേറെ ഭവനങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞുള്ളൂ. അത് കൂടാണ്ട് ഒരു ഭവനം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഉണ്ണിയുടെ 4-ാം ഇടം. അത് കഴിഞ്ഞ് പടിഞ്ഞാട്ട് നീങ്ങിട്ട് ഒരു ഭവനമുണ്ട്. നല്ല രീതിയിൽ എല്ലാ ഉണ്ണിയും കൂടി ചേർന്ന് കെട്ടുനോട്ട് നശിപ്പോയിരുന്നു. ഇപ്പോ ഭംഗിയാക്കി കൊണ്ടുപോകുന്നുണ്ട്. അതാ പറഞ്ഞ ഉണ്ണികൾ. അതൊന്നല്ല, അവിടെയുണ്ട് പൂർണ്ണത. ഉണ്ണികൾക്ക് ബാധക. മനസ്സിലായില്ല. ചെയ്യുന്നതിന്റെ ഒരു പൂർണ്ണതക്കുറവുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഉണ്ണികളും ഒരു പടലുള്ള എല്ലാ ഉണ്ണിയുടെ കൂടെ പറഞ്ഞ എല്ലാ ഉണ്ണികളും ചേരുന്നുണ്ടാ. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഒരു പടലേന്ന് വന്ന എല്ലാ ഉണ്ണിയിലും ചേരണം. മനസ്സിലായിക്കാം. എന്തെങ്കിലും നിര്യാണം വന്ന എല്ലാ ഉണ്ണികൾക്കും ആ പുരവാരായ്മ ശരിയല്ലേ? ശരി. അതുപോലെ തന്നെയല്ലേ എല്ലാവരുടെയും ഒന്ന് തന്നെയല്ലേ?
അതുപോലെ തന്നെ 4-ാം ഇടം 3. അപ്പൊ എല്ലാവരും ചെന്ന് ചേരേണ്ടതെന്ന് വെച്ചുള്ളൂ. ചേരാത്ത ഒരു പരിഭവം അവിടെയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ധർമ്മം നടന്നു പോണില്ല. അതും നക്ഷത്രം ഇപ്പൊ സമയം നല്ലതാ. വ്യാഴം 11-ലേക്ക് വന്നിട്ടുണ്ട്. പുണർന്ന നക്ഷത്രല്ലേ. 6 നാഴിക്ക് 100 വേഷം പോലെ 6 നാഴിക്ക് 6 സ്വഭാവ അല്ലേ? 6 നാഴിക്ക് 100 വേഷം എനിക്കുള്ള പോലെ 6 നാഴിക്ക് 100 സ്വഭാവം ഉണ്ടോന്നാ. അപ്പൊ എവിടെ കിട്ടുന്നത്? ഹൈദരാബാദിൽ കിട്ടാനാണ് നമുക്ക് ഇഷ്ടം. അവിടെ പഠിക്കാനാണ് നമുക്ക് ഇഷ്ടം. ക്ലാസ് തോന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കൂടെ ലാസ്റ്റ് വരെയാണ് അറിയാതെ അഡ്മിഷൻ എടുക്കുക. ഈ മാസം ശരിയായി എഴുതി വെച്ചു. അതുപോലെ തന്നെ ആ വിദ്യാലയത്തിന്റെ പേര് എഴുതി വെച്ചു. ഉണ്ണിയുടെ നാമോദയം. ഈ ഉണ്ണിയുടെ നാമോദയം അതായത് ഞങ്ങൾക്ക് 2 പേർക്കും ജനിച്ചതായ ഇത്ര വയസ്സുകാലം ഇത്ര പ്രായമായിട്ടും ഇന്ന നക്ഷത്രക്കാരി ഇത്ര വിദ്യ പഠിച്ചിട്ടുള്ള ഉണ്ണി സന്താനത്തിൽ ഈ ദേശം വിട്ട് മറ്റൊരു ദേശത്ത് ഇന്ന വിദ്യാലയത്തിൽ വിദ്യക്ക് പോകണം, അതിനെ വഴി ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞു. ോട് കലശം തരൂ തരൂ സമ്മതിച്ച അല്ല ഉണ്ണിയുടെ സമയത്തിന് മോശം തരുന്ന ഇപ്പൊ സമയം നല്ലതാ. ഞാനത് പൂർത്തീകരിച്ചു തന്നേക്കാം. ഉണ്ണി സന്താനത്തിന്റെ നാമോദയം നക്ഷത്രം എഴുതുക ഒരു കടലാസുണ്ടിൽ. അതുപോലെ തന്നെ എന്റെ ഈ 4-ാം ഇടത്തിന്റെ പേരും എന്റെ പേരും എന്റെ കുറവുണ്ടൻ കുറച്ചിനും പേര് എഴുതിയിട്ട് ഉണ്ണി സന്താനത്തിന് കിട്ടേണ്ട കർമ്മ മേഖല എഴുതി കാണിട്ട് ഒരു വെള്ളി നാണയം എന്നെയും, ഒരു വെള്ളി നാണയം എന്റെ അച്ഛൻ കുറവനും, എന്റെ പിന്നെ ഒരു വെള്ളി നാണയം എന്റെ മാതാവ് കുറത്തിനും കൂടി സങ്കല്പിച്ച് അങ്ങനെ 3 വെള്ളി നാണയം, ഒരു വെള്ളി നാണയം കറുത്തപ്പട്ടിലും അതുപോലെ തന്നെ എഴുതേണ്ട രൂപം എഴുതുക. അടുത്ത കറുത്തപ്പട്ടില് എന്റെ കുറത്തിനും എഴുതുക. നീലപ്പട്ടില് എന്റെ പേരും കൂടി എഴുതി ഞാൻ 3 കൂടി പൊതിഞ്ഞു കെട്ടി വെച്ചുകൊണ്ടിയാ ഞാൻ തീർപ്പുണ്ടാക്കി തരാൻ നിൽക്കും കേട്ടോ. ആവശ്യം ഞാൻ ഭംഗിയായിട്ട് നടത്തി തന്നു. എനിക്ക് തരാനുള്ളത് എവിടെയാ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. എന്നോട് പറഞ്ഞെന്താ, എന്റെ ഒടപ്പറന്നോട് അവിട്ടം നാളില് എന്നോടപ്പറന്നോട് തിരുനറയില് ആ കലശക്കുടമ ആവായിച്ച കർമ്മി ആവായിച്ച നീര് എന്നോടപ്പറന്നുള്ള ശിരസിൽ വീഴുന്നതിന് മുമ്പ് ഉണ്ണി സന്താനെ ഞാൻ പറഞ്ഞ പോലെ നിനക്ക് നിന്റെ ഭവനം ഞാൻ വെട്ടിപ്പണത് തരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വെട്ടിപ്പണത് ഞാൻ നിനക്ക് തന്നു. എനിക്ക് തരാനുള്ളത് എവിടെയെന്ന് മാത്രമേ വഴിപാടല്ലേ അത് നടത്താൻ പറ്റും. നിന്റെ വഴിപാടല്ലേ എനിക്ക് സങ്കല്പിച്ചു തരുന്നതല്ലേ, അതിന് മാസം നോക്കേണ്ട കാര്യണ്ടാ? മനസ്സിലായില്ല? മണ്ഡലം എന്നല്ല, വൃശ്ചിക മണ്ഡലമല്ല. മനസ്സിലായില്ല? ഈ സങ്കല്പിച്ച നിനക്ക് കാര്യം നടത്തി തന്നെ പ്രത്യുപകാരമായിട്ട് നീ തരുന്നതിന് എനിക്ക് ദിനം നോക്കേണ്ട കാര്യം ഉണ്ടോന്നോ ചോദിക്കുന്നു. നടത്തിക്കോ, ഞാൻ നടത്തി തരാം. മതിയാ? എന്റെ അച്ഛൻ്റെ ആലയത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ഒരു കുടം കൊണ്ട് നീര് ഒരു പൂളത്തിന്റെ കാലം ഉണ്ണി സന്താനത്തിന്റെ പേരിൽ വെച്ചേക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ ചൊവ്വ അവസാനത്തെ ചൊവ്വ ചൂലക്കാരന്റെ ആസ്ഥാനത്ത് ഒരു ഇളനീരോ അല്ലെങ്കിൽ ഒരു ക്ഷീരം കൊണ്ട് വാട്ടം കഴിച്ചേക്കാം. ഞാൻ തീർപ്പുണ്ടാക്കി തന്നേക്കാം. ഞാൻ സന്തോഷമാണ്. അടുത്ത അതൊക്കെ എന്റെ കണ്ടത്തിൽ കിടക്കുമ്പോൾ ആ സ്ഥാനത്ത് പ്രകാരം പ്രവർത്തിച്ചേക്കാം. ഇതാ അത് പൊട്ടി വീഴാൻ പാടില്ല, പൊട്ടി നിലത്ത് വീഴാൻ പാടില്ല. മനസ്സിലായി? അതിനല്ലേ നിന്റെ സകല ദോഷങ്ങളും ചേർത്ത് നിനക്ക് രക്ഷ ഞാൻ തന്നതെന്തിനാ? അത് പൊട്ടി വീഴാൻ പാടില്ല.
അതുപോലെ തന്നെ നിന്റെ നിസ്കാര ചടങ്ങ് മുടക്കരുത്. മനസ്സിലായ? നിസ്കാര ചടങ്ങ് മുടക്കരുത്. മുടങ്ങണ്ട, അത് പറ്റില്ല. ഇടയ്ക്ക് ഒന്ന് ചെയർമാന്റെ ആസ്ഥാനത്തൊന്ന് പൊക്കോ കേട്ടോ. അങ്ങേരോടൊന്ന് പരിഭവം പരാതിയും പറഞ്ഞു. ഒരു ചന്ദ്രകല, ഒരു പച്ചപ്പട്ട്, ഒരു പിടി വെള്ളി, ഒരു വെള്ളി പുരുഷ പ്രതിമ കൊണ്ട് 5 അതും കൂടി കൊണ്ടു കൊടുത്തു ഇടയ്ക്ക്. നിനക്ക് ചാഞ്ചാട്ടം കൂടുതലാ, അതുകൊണ്ടാണ് മനസ്സ് ചഞ്ചലിക്കാതെ കണ്ട് പിടിച്ചു നിർത്താൻ വേണ്ടിട്ടാ. പുണ്യസന്താനത്തിന്റെ 4-ാമടത്ത് വല്ല കല്ലും കരിക്കലുണ്ടാ? അവർക്ക് വല്ല തീയും തീയുണ്ടാ? തീയും തീയും ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറുന്നില്ല. ഭംഗിയായിട്ട് കൊടുക്കണുണ്ടാ? ഞാൻ അതൊന്നും ചോദിച്ചില്ല. നിന്റെ പിതാവിന് നീ അന്നം കൊടുക്കണ്ടേ? വേറെ ആള് അന്നം കൊടുത്താൽ ശരിയാവും. ഇപ്പൊ നീ എന്താ പറഞ്ഞ്? മുൻകാലത്ത് അങ്ങനെയല്ലായിരുന്നു. നിന്റെ പിതാവിന്റെ പിതാവ് ഭംഗിയായിട്ട് ഉള്ളത് വെച്ചിട്ട് ഇത് കഴിച്ചോ, ഇതിനെ പാങ്ങുള്ളൂ എന്ന് പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് തന്നാ മതി, ഉണ്ണീട് തന്നാ മതി. ഉണ്ണീട് തരാത്തൊരു പരിഭവമുണ്ട്. അങ്ങേരുടെ മുദ്രം ചടങ്ങൊന്നും എന്റെ ഉണ്ടെങ്കിൽ, മാനുഷഭാഗനങ്ങൾ അന്നം കഴിക്കുന്ന സത്യമാണെങ്കിൽ നിന്റെ തിരുമുമ്പിൽ ഞാൻ ആ ഉണ്ണി സന്താനത്തിന് 6 കിടത്തി കൊണ്ടുതരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൊണ്ടുവന്നു അല്ലേ? ഉണ്ണി സന്താനത്തിന് വരവിൽ കൂടുതൽ വെള്ളി വരുമ്പോ ഉണ്ണിയുടെ ഒരു ചാഞ്ചാട്ടം ഉണ്ട്. ആ ചാഞ്ചാട്ടം ഒന്ന് നിർത്തി ഞാൻ പൂർത്തീകരിച്ചതാണ്. രേവതി നക്ഷത്രം അത് പൊട്ടി പ്രവർത്തിക്കണം. മനസ്സിലായില്ല? എന്റെ ഇല്ലത്ത് വന്നിട്ട് ഉണ്ണിനെ മിന്നു കെട്ടിയതായ ഉണ്ണി എന്റെ ഇല്ലത്ത് വന്ന് 7 കാര്യങ്ങൾ പ്രവർത്തിച്ചു പോകുന്നതാ. അപ്പൊ എന്റെ ഇല്ലത്ത് വന്നിട്ട് എന്റേതായ 4-ാമിടത്ത് നടക്കുന്ന ചടങ്ങില് ആചാരപ്രകാരം പങ്കെടുത്ത് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിച്ചു പോയാൽ, മനസ്സിലായില്ലേ ഉണ്ണി? പ്രവർത്തിച്ചു പോയാൽ അടുത്ത മകരം 1-ാം തീയതി അവിട്ടം നാളില് എന്റെ ഒടപ്പിറന്നോൾക്ക് വിഭവമായിട്ട് അന്നം കഴിച്ച് എന്റെ പിറന്നാള് ഒടപ്പിറന്നുള്ള അവിട്ടം നാളിൽ ഉണ്ടെന്ന് സത്യമാണെങ്കിൽ ഉണ്ണി സന്താനത്തിന്റെ മംഗല്യത്തിന്റെ കാര്യത്തിന് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. പക്ഷേ മേൽക്കാലങ്ങളിലും മുടക്കം കൂടാതെ കണ്ട് എല്ലാ ഉണ്ണി സന്താനങ്ങളും ഏകോമമായിട്ട് എന്റെ ഇല്ലത്ത് വന്ന് പ്രവർത്തിച്ച് പോവാമെന്ന് നീ എന്നോട് എനിക്കൊരു ഉറപ്പ് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു തരാം. നിന്റെ കുടിയിലിരുന്ന ഞാൻ അവിടെ നിന്ന് ഞാൻ പോന്നിട്ടൊന്നുമില്ല. എന്നാലും എനിക്ക് പരിഭവമില്ല. അതായത് ഉണ്ണിയുടെ ഉണ്ണിയെ എന്നെ ഭംഗിയായിട്ട് ആ കുടിലായാലും കൊട്ടാരമായാലും അവിടെ എനിക്ക് വേണ്ട രീതിയില് ഉണ്ണി സന്താനത്തിന്റെ മിന്നു കെട്ടിയതായ ഉണ്ണി, ആ നിര്യാണം വന്ന ഉണ്ണി എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോയോ അതുപോലെ തന്നെ എനിക്ക് വേണ്ടതായതൊന്നും എന്റെ കുഞ്ഞുകുട്ടി പൈതങ്ങൾക്കും അതുപോലെ തന്നെ ഒരു കമ്പിൽ നിന്ന് വന്നിട്ടുള്ളതായപ്പോൾ മുളച്ചു പൊന്തി എത്ര എണ്ണുണ്ടോ അവർക്കൊന്നും ആപത്ത് കൂടാതെ കണ്ട് കൊണ്ടുപോയേക്കണേ, ഏകോമമായി പോയേക്കണേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകോമമായിട്ട് ഞാൻ ഒരു കെട്ടാക്കി നിർത്തിക്കൊണ്ടു പോന്നിട്ടുണ്ടെങ്കിൽ ആ കെട്ടിൽ നിന്നൊരു കമ്പ് ഒടിഞ്ഞു പോവാതെ കണ്ടു നോക്കണമെങ്കിൽ ഉണ്ണിയെ എന്റെ ഇല്ലത്ത് വന്ന് എനിക്ക് വേണ്ട കാര്യം പ്രവർത്തിച്ചോ. അറിയുന്ന ഉണ്ണികളല്ലേ, മാറി നിന്നാ ശരിയാവും. ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞു. മകരമാസത്തിൽ അവിട്ടം നാളില് എന്റെ ഒടപ്പറന്നോൾക്ക് നീര് ഒഴിച്ച് എന്റെ ഒടപ്പറന്നോള് ഒരു ആണ്ടക്കോൾക്ക് എന്തെങ്കിലും മനർത്ഥങ്ങളൊക്കെ ആ ഒടപ്പറന്നുള്ള ശരീരത്തിലുണ്ടെങ്കിൽ അത് തേച്ചും എനിക്ക് കുളിച്ച് വൃത്തിയായിട്ട് അന്നം കഴിക്കുന്നത് സത്യമാണെങ്കിൽ ഞാൻ നടത്തിത്തരാം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത് ഉണ്ണി പറഞ്ഞു ഉണ്ണി ചോദിച്ചിട്ട് കർമ്മം ഞാനൊക്കെ തന്നതാ. അപ്പൊ അതുപോലെ നക്ഷത്രം പറഞ്ഞ ഉണ്ണിയുടെ 7 നാൾ അടുപ്പിച്ച് എന്റെ ആലയത്തിൽ, എന്റെ അച്ഛന്റെ ആലയത്തില് ഒരു കുടമുണ്ട് നീര്, ഒരു കൂവളത്തിന്റെ കാരം 7 തിങ്കളാഴ്ച 7 നാള്, ഒരു തിങ്കൾ തൊട്ട് അടുത്ത തിങ്കളുടെ മുടക്കം കൂടാതെ പ്രവർത്തിക്കാം. 7 നാളും ചൂലക്കാരന്റെ ആസ്ഥാനത്ത് ഒരു ഇളനീര് ആ ഉണ്ണി സന്താനത്തിന് സങ്കല്പിച്ചു കൊടുത്തു. ഞാൻ ആ ഉണ്ണി സന്താനത്തിന് വന്നിട്ടുള്ള കർമ്മ മേഖല ബലപ്പെടുത്തി ഉണ്ണി സന്താനത്തിന് ഞാൻ കർമ്മം കൊടുത്ത് കുറഞ്ഞേച്ചേക്കാം. അതുപോലെ തന്നെ ഒരു കദളിക്കിനി ഒഴിഞ്ഞു കാണിട്ട് മഞ്ഞത്തൂളോട് കൂടിയിട്ട് ആ നാഗസങ്കല്പാന്റെ ഇല്ലത്തുനിന്ന് കൊണ്ട് കൊടുത്തു. ആ 7-ാമത്തെ നാട് മുടക്കുണ്ടാവും കേട്ടാ. ഞാൻ പ്രവർത്തിച്ച് നന്നാക്കാൻ പോകും പറഞ്ഞിട്ടില്ല. ഉണ്ണിക്ക് അറിവുണ്ടോന്നോ ചോദ്യമുള്ളൂ, ഉടമ്പടി ഒപ്പ് വെച്ചോന്നോ ചോദ്യമുള്ളൂ. അപ്പൊ അത്രയും പറഞ്ഞാൽ മതി.
ഉണ്ണിയും കൂടി അറിഞ്ഞിട്ടല്ല ഉടമ്പടി വെച്ചു. അതിന് തെറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഉടമ്പടി ഒപ്പ് വെച്ചു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ആ ഒപ്പ് വെച്ചത് ശരിയാണോ ഇല്ലേ അത്രേ മാത്രമേ വേണ്ടൂ. ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു ഉത്തരം മതി. ശരിയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, അത്രേ വേണ്ടൂ. അപ്പൊ ശരിയല്ലേ? ശരിയല്ലേ? അവധി നിശ്ചയിച്ചിട്ടുണ്ടോ? ആ അവധി പ്രകാരം ഞാൻ പൂർത്തീകരിച്ചു തരാം. മതിയാ? അവിടെ മലവാരക്കരുക്കൾ വല്ലതും ഉണ്ടാവും ഉണ്ണിയുടെ ഇല്ലത്ത്? ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. മലവാരക്കരുക്കൾ വല്ലതും ഉണ്ടോന്ന് അവിടെ? മനസ്സിലായില്ല. അതെന്താണ് ചോദ്യം? മറ്റുള്ള കരുക്കളൊക്കെ ഇപ്പൊ അമീർക്കന്റെ വല്ലപ്പോഴും വന്നു പോയാൽ മതി വിരുന്നുകാരനായിട്ട്. പുണ്യസന്താനത്തിന്റെ ഭാഷയിൽ പറഞ്ഞ പൊന്നിങ്ങ മാസത്തിൽ തിരുവോണം കൊണ്ടുപോയാൽ മതിയാ, അത്ര അറിഞ്ഞാൽ മതി. അപ്പൊ അതിനൊന്നും ഇരുത്താനുള്ള വഴി അടുത്ത അണക്കോട്ട് തീരുമാനിക്കും. ഞാൻ ആര് ആര് ഞാൻ നോക്കിക്കോളാം. നിനക്കെന്താ അപരാധം? ഞാൻ നോക്കിക്കോളാം. അതല്ലെങ്കിൽ ഇല്ല, ഞാൻ വേറെ പറിച്ചു തരും. പിന്നെന്തേ പേടി? നീ അവരാധിപ്പണ്ട ആവുന്ന സന്താനത്തോട് എന്റെ ചിത്രം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ദീപം തെളിയിച്ച് അതിന് പ്രവർത്തിക്കുന്ന ഉണ്ണികളൊക്കെ മറിച്ച് കടന്ന് ഞാൻ പ്രവർത്തിച്ചു തന്നേക്കാം. ഉണ്ണി അതിനെ കുറിച്ച് ആവലാതിപ്പെടണം. ഉണ്ണി ആവലാതിപ്പെടണം. ഞാൻ എന്തെങ്കിലും കാണാതെ കണ്ടിരിക്കില്ല, അത് മനസ്സിലാക്കുക. ഉണ്ണി എനിക്ക് വെച്ച മധു, ഉണ്ണി അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ മധു മുഴുക്കനും ഞാൻ കുടിച്ചു വറ്റിച്ചത് സത്യമാണെങ്കിൽ, മുഴുവനായിട്ട് ഒഴിച്ചു വെച്ച ആ ഉണ്ണിയുടെ ഭാഷയിൽ എന്താ പറയാ, ആ നിറകുടത്തിനകത്ത് മുഴുവനായിട്ട് ഒഴിച്ചു വെച്ച മധു ഞാൻ കുടിച്ചു വറ്റിച്ച് അത് ഒന്നില്ലാതെ കണ്ട് എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തീർപ്പുണ്ടാക്കി തരും. ഇതേപോലെ ഒരു പാത്രം നിറച്ചു വെച്ച മധുവല്ലേ, ഉണ്ണി പോയിട്ട് വരുമ്പോഴേക്കും ഞാനിത് അവസാനിപ്പിച്ച് കമത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് തീർപ്പുണ്ടാക്കി തരാം. ഉണ്ണി വെക്കും. അല്ലെങ്കിൽ പിന്നെന്തിനാ നീ പറഞ്ഞ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അടുത്ത അതിനൊരു നിശ്ചയം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാനിപ്പോ ഇല്ലമ്മനക്കോലായിരിക്കും കടന്നു വരില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? എന്റെ ഇല്ലത്തിന് വേണ്ട കാര്യങ്ങൾ മുടക്കം കൂടാക്കണ്ട് 30 നാൾ കൂടുമ്പോ ഹാരത്തിനായാലും ശരി, പുഷ്പാലങ്കാരത്തിനായാലും ശരി, വീതോട് കലശത്തിനായാലും പ്രവർത്തിച്ചു വരുന്ന നീ അത് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ തീർപ്പുണ്ടാക്കാം. ആ കരിങ്കല്ലെടുത്ത് കളഞ്ഞു. നിന്റെ വാചകം തന്നെ എന്റെ വചനം. അതെന്താണെന്ന് അറിയാതെ കണ്ട് എടുത്ത് കളഞ്ഞാലേ എന്നിട്ടിപ്പോ എന്തുണ്ടായി? അതിന് സങ്കല്പിച്ചത് എന്താണെന്ന് സങ്കല്പിച്ചൊരു മൂന്നാന്റെ നിശ്ചയപ്രകാരം എന്താണെന്ന് സങ്കല്പിച്ച് നീ 30 നാൾ കൂടുമ്പോ ഒരു കർമ്മം കൊടുത്ത് സന്തോഷിപ്പിച്ചു കൊണ്ടുപോലെ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നേക്കാം. ഇടാ അവിടെ ഇട്ടോ, ഞാൻ നിശ്ചയം ഉണ്ടാക്കി തരാം. കല്ലെടുത്ത് കളഞ്ഞത് ആൾക്കാരെ ഉണ്ടാക്കി തന്നു, അതിനെടുത്ത് കളഞ്ഞത് ഞാൻ വഴി ഉണ്ടാക്കി തരാം. കൂടാതെ നിനക്ക് പ്രവർത്തിച്ച് അതിന് ഇനി അധികാരപത്രം കൂടി കിട്ടാനുള്ള വഴിക്ക് ഞാൻ സ്വരൂപിച്ച് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തീർപ്പുണ്ടാക്കി തരും. മുന്നേ നീ അവലാതിപ്പെടണ്ട പോരെ. മനസ്സിലായില്ല? എന്നെ മറക്കരുത്. അതുപോലെ തന്നെ നിനക്ക് വേണ്ടി എന്റെ ആട്ടക്കാരൻ അത്രയേറെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആട്ടക്കാരനെ മറക്കരുത്. മനസ്സിലായ? നീ ഇനിയൊരു നീ അവിടെ ചെല്ലുമ്പോ സമയത്തിന് എല്ലാം എഴുതി കുറിച്ച് നിനക്ക് അങ്ങോട്ട് തരും. നിന്റെ മുഖത്ത് പോലും നോക്കില്ല. ശരീരമാണെങ്കിലും പൊക്കം കുറഞ്ഞവനാണെങ്കിലും എനിക്ക് ഏഴഴക ഉണ്ണിയെ എന്നെ കണ്ടവരെ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. രണ്ടാമത് കാണണമെന്ന് മോഹിച്ചിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഉണ്ണിയെ. ഞാൻ തൂണിലും തുരുമ്പിലും ഉണ്ട് ഉണ്ണിയെ. ഞാനേ അച്ഛന്റെ മകനാ. അങ്ങനത്തെ ഒരു മുതല, അത് എന്റെ കോമരക്കാരൻ പറഞ്ഞ വചന. അത് വെച്ചിട്ട് എന്നെ വിട്ട് മുതലാക്കിയിട്ടുണ്ടോന്നോ ചോദ്യമുള്ളൂ നീ.